കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ, പലപ്പോഴും വിവാദങ്ങളിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള വ്യവസായ പ്രമുഖനാണ് സാബു ജേക്കബ്. കിറ്റെക്സ് കമ്പനിയും സാബു ജേക്കബും വ്യവസായ രംഗത്തു മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിലും ചില പ്രധാനപ്പെട്ട അധ്യായങ്ങൾ തുന്നിച്ചേർക്കുന്നതിൽ ശ്രദ്ധേയമായ ചുവട് വെച്ചിട്ടുള്ള വ്യക്തിയും പ്രസ്ഥാനവുമാണ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ചില വാർത്തകൾ കിറ്റെക്സ് സാബുവിന് അതിശയകരമായിട്ടുള്ള വളർച്ച, അദ്ദേഹത്തിന്റെ ടെക്സ്റ്റൈൽസ് രംഗത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. അമേരിക്കയിൽ ഇപ്പോൾ ട്രംപ് ഭരണകൂടം നടത്തിയിരിക്കുന്ന ഇന്ത്യക്കെതിരെയുള്ള തീരുവ വർധന, അതായത് 27% തീരുവയാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ വർദ്ധിപ്പിച്ചത് വഴി ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ള നേട്ടം ഇന്ത്യയിലെ ചില മേഖലകൾക്കുണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസ് മേഖലയാണ്. ആ ടെക്സ്റ്റൈൽസ് മേഖലയിലേക്കുള്ള കയറ്റുമതി അതിവേഗം വളർന്നു വരും എന്നാണ് ഇപ്പോൾ കിറ്റെക്സ് സാബു തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് മേഖലയ്ക്ക് വലിയ തോതിലുള്ള മത്സരം അമേരിക്കയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഇറക്കുമതി തീരുവ ഇന്ത്യയെക്കാളും കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക. അപ്പൊ സ്വാഭാവികമായും ടെക്സ്റ്റൈൽസ് മേഖലയിൽ അമേരിക്കയിലേക്ക് അതിശക്തമായിട്ടുള്ള ഒരു കയറ്റുമതി നടത്താൻ ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് മേഖലയ്ക്ക് സാധിക്കും. അമേരിക്കയിലേക്ക് ധാരാളം ഇത്തരം ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന വ്യവസായികളിൽ പ്രമുഖനാണ് കിറ്റെക്സ് സാബു. അപ്പൊ അദ്ദേഹം കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഇവിടെ ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷം നിലനിൽക്കുന്നില്ല എന്ന് വളരെ കൃത്യതയോടുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തെലങ്കാനയിലേക്ക് പോയത്. തെലങ്കാനയിൽ അവിടെ ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ വലിയ തോതിലുള്ള പിന്തുണ അദ്ദേഹത്തിന് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ ശ്രീ ചന്ദ്രശേഖറും അതുപോലുള്ള വലിയ പിന്തുണ നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിന് 100 കണക്കിന് ഏക്കർ ഭൂമി അവിടെ നൽകി വ്യവസായ സാമ്രാജ്യം പടുത്തുയർത്താൻ അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയത്. അപ്പൊ ശ്രീ കിറ്റെക്സ് സാബുവിന്റെ കമ്പനി കഴിഞ്ഞ ദിവസം നൽകിയ ഒരു പത്രപരസ്യവും ശ്രദ്ധേയമായിരുന്നു. അപ്പോയിന്റ്മെന്റ് കോളത്തിൽ നമ്മളൊരു പത്രപരസ്യം മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ കണ്ടിരുന്നു. 25,000 ആളുകൾക്ക് പുതുതായി അദ്ദേഹം ജോലി കൊടുക്കുന്നു എന്നായിരുന്നു ആ വാണ്ടഡ് ആഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനർത്ഥം ശ്രീ കിറ്റെക്സ് സാബു കേരളം വിട്ടതിന് ശേഷവും കേരളത്തിലും തെലങ്കാനയിലും ഒരുപോലെ അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം വിപുലീകരിക്കപ്പെടുന്നു. അതിന്റെ ഭാഗമായി 25,000 ആളുകളെ വ്യത്യസ്ത മേഖലയിൽ വിന്യസിക്കാൻ അദ്ദേഹം മുന്നോട്ട് വരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് കൂടുതലായി അദ്ദേഹത്തിന്റെ ഒരു ഭാഗ്യജാതകം തെളിഞ്ഞു നിൽക്കുന്നത് പോലെ ഇപ്പോൾ അമേരിക്കയിലും അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ് വാല്യൂ വർദ്ധിക്കാനുള്ള സാഹചര്യം കാണുന്നു. കൂടുതൽ പ്രോഡക്റ്റുകൾ അദ്ദേഹത്തിന് വിദേശ രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യാനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ആസകലം വിവിധ വ്യവസായ മേഖലകളുമായി ബന്ധപ്പെട്ട് ഈ അമേരിക്ക ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന ഈ ഇറക്കുമതി തീരുവ 27% എന്ന് പറയുന്നത് വലിയ തോതിലുള്ള ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള വിവര സാങ്കേതിക വിദ്യ കയറ്റുമതി, ആ രംഗത്ത് ഇന്ത്യക്ക് വലിയ തിരിച്ചടി അടുത്ത 1 വർഷമെങ്കിലും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതും ഇന്ത്യൻ വിവര സാങ്കേതിക മേഖല തന്നെയാണ്. ആ മേഖലയിൽ ഒരു ഇടിവുണ്ടാകാനുള്ള സാധ്യത പ്രവചിക്കപ്പെടുന്നു. അതുപോലെ തന്നെ സ്വർണവുമായി ബന്ധപ്പെട്ട് 27% നിലനിൽക്കുന്നത്. പക്ഷേ മറ്റു പല രാജ്യങ്ങളിലും ഇതിനേക്കാളും കുറഞ്ഞ ഇറക്കുമതി തീരുവയാണ് അമേരിക്കയിലേക്കുള്ളത്. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള സ്വർണ്ണാഭരണ വിപണി അല്ലെങ്കിൽ സ്വർണത്തിന്റെ മേക്കിംഗ് യൂണിറ്റുകൾ കൂടുതലായി ദുബായിൽ ഉണ്ടാക്കി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതായത് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് പകരം ഇന്ത്യയിൽ നിന്ന് സ്വർണം ദുബായിലേക്ക് കയറ്റുമതി ചെയ്ത് ദുബായിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുക എന്ന് പറയുന്ന ഒരു ശൈലി. അതിനർത്ഥം അമേരിക്ക ദുബായ്ക്കെതിരെ ചുമത്തിയിരിക്കുന്ന ഇറക്കുമതി തീരുവ എന്ന് പറയുന്നത് വെറും 10%. ഇന്ത്യയിൽ അത് 27%.
ദുബായിലേക്ക് ഇന്ത്യയിൽ നിന്ന് സ്വർണം കയറ്റുമതി ചെയ്യുമ്പോൾ 1 രൂപ പോലും ഇറക്കുമതി തീരുവ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇതിന്റെ മുകളിൽ ചുമത്തുന്നില്ല എന്നാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യാവസായിക അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ട്രംപ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന ഈ 27%. നേരത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൊക്കെ വന്നത് 26%, യഥാർത്ഥത്തിൽ അത് 27% എന്ന് ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും കിറ്റക് സാബുവിനെ പോലെ ടെക്സ്റ്റൈൽസ് രംഗത്ത് നിൽക്കുന്നവർക്ക് ആശ്വാസകരമാണ്. അതുപോലെ തന്നെ സ്വർണ്ണ മേഖല നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ടു ദുബായ്, ദുബായ് ടു അമേരിക്ക എന്ന റൂട്ടിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും സ്വർണ്ണ മേഖലയ്ക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. മറ്റു ചില മേഖലകൾ, പ്രത്യേകിച്ച് വിവര സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഇലക്ട്രോണിക്, കാർ ഉൽപ്പന്നങ്ങൾ, കാർ കയറ്റുമതി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്ത്യക്ക് തിരിച്ചടി ഉണ്ടാകുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ട്രംപ് ഭരണകൂടം ഈ 27% ഇറക്കുമതി തീരുവയിലൂടെ എടുത്തിരിക്കുന്നത്.